നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ 12.3 ആർക്ക് ലെങ്ത് ആൻഡ് കർവേച്ചർ. നമ്മൾ മുമ്പ് പാരാമെട്രിക് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ കർവ്സ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആർക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലെയിൻ കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് x ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ആ പ്ലെയിൻ കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി ടി ആണ്. അഥവാ ഇൻറ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഇപ്പോൾ നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വയ്ക്കാം. ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി എന്താ വരിക? എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ. അതിൻ്റെ മോഡുലസ് എന്താ വരിക? മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി. അതായത് റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ നോക്കുക, റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി കൊടുക്കാം. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ലെറ്റ് സി ബി ദ കർവ് ഗിവൺ ബൈ ദ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, where f dash, g dash and h dash are continuous. If t is transversed exactly once as t increased from a to b, then the length is given by L equal to integral a to b root of f dash of t whole square plus g dash of t whole square plus h dash of t whole square dt equal to integral a to b modulus of r dash of t dt. ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർവ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, പാരാമീറ്റർ ഇൻ്റർവൽ എന്ന് പറയുന്നത് എ ബി ആണെങ്കിൽ വേർ എഫും ജിയും എച്ചും ഒക്കെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Find the length of the arc of the helix given by the vector function r of t equal to 2 cos ti plus 2 sin tj plus tk, where 0 less than or equal to t less than or equal to 2 pi. അപ്പോൾ ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -2 sin ti പ്ലസ് 2 cos tj പ്ലസ് കെ. ഇൻ്റർവെല് 0 to 2 പൈ തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻറ്റഗ്രൽ 0 to 2 പൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി, അതായത് ഇൻറ്റഗ്രൽ 0 to 2 പൈ റൂട്ട് ഓഫ് 4 സൈൻ സ്ക്വയർ ടി പ്ലസ് 4 കോസ് സ്ക്വയർ ടി പ്ലസ് 1 ഡി ടി. ഇൻറ്റഗ്രൽ 0 to 2 പൈ 4 കോമൺ ആക്കി പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആവും, പിന്നെ ഉള്ളിൽ അപ്പോൾ റൂട്ട് 5 ആവും. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 2 പൈ റൂട്ട് 5 ഡി ടി എന്ന് പറയുന്നത് റൂട്ട് 5 ടി വിത്തിൻ ദ ഇൻറ്റർവൽ 0 to 2 പൈ. അപ്പോൾ നമുക്ക് 2 റൂട്ട് 5 പൈ എന്ന് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 റൂട്ട് 5 പൈ ആണ്. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. സ്മൂത്ത് കർവ്സ്. A curve that is defined by a vector function r on a parameter interval I is said to be smooth if r dash of t is continuous and r dash of t is not equal to 0 for all t in I with possible exceptions of the endpoints. ഒരു കർവ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമെട്രിക് ഇൻ്റർവെല്ലിൽ വെക്റ്റർ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ആ കർവ് സ്മൂത്ത് കർവാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് 0 ആവാനായിട്ട് പാടില്ല. എൻ പോയിൻറ്റ്സിൽ എക്സെപ്ഷൻസ് ഇട്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ നോക്കാം. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് ഐ പ്ലസ് ടി സ്ക്വയർ ജെ. നമ്മളിപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ആർ ഓഫ് ടി എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടി സ്ക്വയർ ഐ പ്ലസ് 2 ടി ജെ ആണ്. ആർ ഡാഷ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 0 ആണ്. ഓക്കെ,
ഇവിടെ അപ്പം നമുക്ക് r' കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, r' കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഈ കർവ് സ്മൂത്ത് അല്ല, ബാക്കി എല്ലായിടത്തും ഈ കർവ് സ്മൂത്താണ്. 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഈ കർവിൽ ഒരു ഷാർപ്പ് കോർണറാണ് നമുക്ക് ആ ഗ്രാഫിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ആ ഷാർപ്പ് കോർണറിനെ നമ്മൾ കസ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ. Time is the natural parameter for describing a moving body's velocity and acceleration. The directed distance s along the curve from some base point is natural parameter for studying a curve's shape. If we choose a base point P of t naught on a smooth curve C parameterized by t, each value of t determines a point on C. To reparameterize C using the arc length of C from t equal to t naught, we now need the following function. നമ്മൾ പാരാമീറ്റർ ആയിട്ട് ടൈമിനെയാണ് നമ്മൾ ചൂസ് ചെയ്യാറ് അല്ലേ. വെലോസിറ്റി അക്സലറേഷൻ ഒക്കെ ടൈമിനനുസരിച്ചിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു കർവിലൊരു പോയിൻ്റാണ് P of t naught which is parameterized by the value t. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരാമീറ്ററൈസേഷൻ ഒന്ന് റീപാരാമീറ്ററൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോയിങ് ഡെഫിനേഷൻ നമുക്ക് യൂസ് ചെയ്യും. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ. സപ്പോസ് ദാറ്റ് C is a smooth curve described by R of t equal to f of t I plus g of t j plus h of t k where a less than or equal to t less than or equal to b. Then the arc length functions is defined by s of t equal to integral a to t modulus of r dash of u du. നമ്മളിപ്പോൾ C എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മൂത്ത് കർവ് ഡിഫൈൻ ചെയ്യാണ്. വെക്റ്റർ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ R of t equal to f of t I plus g of t j plus h of t k. പാരാമീറ്ററിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് a less than or equal to t less than or equal to b ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ്, ആർക്ക് ലെങ്ത്തിനെ ഇവിടെ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫംഗ്ഷനായിട്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണേ. എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു. ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Find the arc length function s of t for the circle C in the plane described by r of t equal to 2 cos ti plus 2 sin tj 0 less than or equal to t less than or equal to 2 pi. Then use your result to find a parameterization of C in terms of x. നമുക്ക് ഒരു കർവ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സിൻ്റെ ടേംസിൽ ആ കർവിന് പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആർ ഓഫ് ടി ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ ആണ്. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താ വരിക, -2 സൈൻ ടി ഐ പ്ലസ് 2 കോസ് ടി ജെ. ഇനി മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു √4 സൈൻ സ്ക്വയർ ടി പ്ലസ് 4 കോസ് സ്ക്വയർ ടി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മളുടെ ഡെഫിനേഷൻ എഴുതാം. എസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഇൻറ്റഗ്രൽ 0 ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു. അതായത് ഇൻറ്റഗ്രൽ 0 ടു ടി ആർ ഡാഷ് ഓഫ് യു എന്ന് പറയുമ്പോൾ ആർ ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് തന്നിക്കാൻ, അതിൽ ആർ ഡാഷ് ഓഫ് യു കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 തന്നെയാണ്, 2 ഡി യു എന്നുള്ളത് വരും. അതായത് 2t വിത്തിൻ ദ വേരിയേഷൻ ഫ്രം 0 ടു ടി, അതായത് 2t where t varies from 0 to 2 pi. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഫംഗ്ഷൻ ആകുമ്പോൾ വേരിയബിൾസ് കൂടിയിട്ടാണ് എഴുതുന്നത്. നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ 0 to 2 pi ടിക്ക് വാല്യൂ കൊടുക്കണ്ട. അപ്പോൾ നമുക്കിവിടെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് ടി ഈക്വൽ ടു 2t എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ ടേംസിൽ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് എസ് ഓഫ് ടി ഈക്വൽ ടു 2t എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എസ് ഓഫ് ടിക്ക് പകരം ജസ്റ്റ് എസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് വയ്ക്കാം. അപ്പോൾ എസ് ഈക്വൽ ടു 2t എന്നുള്ളത് വരും. ടി ഈക്വൽ ടു എസ് ബൈ ടി എന്ന് വരും. ടി എന്ന് പറയുന്നത് എസ് ബൈ ടി യു ആണ്. ടി എസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു ഫംഗ്ഷനാക്കി എഴുതുമ്പോൾ ടി ഓഫ് എസ് ഈക്വൽ ടു എസ് ബൈ 2 എന്നുള്ളത് വരും. ഓക്കെ, ഇനി ഈ ടീയുടെ വാല്യൂ
നമ്മളുടെ ആർ ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ വരിക, ആർ ഓഫ് ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2 cos s by 2i പ്ലസ് 2 sin s by 2j. ഓക്കെ, ഇനി നമ്മൾ എസ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്തു എന്ന് നോക്കി. എസ് എന്ന് പറയുന്നത് 2t ആണല്ലോ. എസ് ഓഫ് 0 ആണ്, എസ് ഓഫ് 2π ആണ്. അപ്പോൾ ഈ നമ്മൾ റീപാരാമീറ്ററൈസ് ചെയ്തപ്പോൾ കിട്ടിയ ആർക്ക് ലെങ്ത്തിനെ പാരാമീറ്ററൈസ് ചെയ്തപ്പോൾ വരുന്ന ഇൻറ്റർവൽ എന്ന് പറയുന്നത് 0 to 4π ആണ്. എക്സിൻ്റെ ടേംസിലല്ല, എസിൻ്റെ ടേംസിലാണ് നമ്മൾ റീപാരാമീറ്ററൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, എസിൻ്റെ ടേംസിലാണ് റീപാരാമീറ്ററൈസേഷൻ ചെയ്യുന്നത്. കാരണം എസ് ആണല്ലോ നമുക്ക് ഫംഗ്ഷനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എസ് ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു du ചെയ്യാം. ഇനി റീപാരാമീറ്ററൈസേഷൻ ചെയ്യാൻ പറയുമ്പോൾ ടിക്ക് പകരമൊക്കെ നമുക്ക് എസ് ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എസ് അവിടെ വരുത്തേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നപ്പോൾ എസ് ഓഫ് ടി ഈക്വൽ ടു 2t എന്ന് കിട്ടി. അതായത് എസ് ഈക്വൽ ടു 2t എന്ന് എഴുതി. അതിൽ നിന്ന് ടീയുടെ വാല്യൂ നമുക്ക് കിട്ടി. ആ ടീയുടെ വാല്യൂ നമ്മൾ തന്നിരിക്കുന്ന ആർ ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ റീപാരാമീറ്ററൈസേഷൻ കിട്ടും. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, പാരാമെട്രിക് ഇൻ്റർവെല്ലും കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് ടി വേരി ചെയ്തായിരുന്നത് 0 to 2π ആണ്. ഇവിടെ എസ് വേരി ചെയ്യായിരുന്നത് നോക്കാനായിട്ട് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എസ് ഓഫ് ടി എന്ന് പറയുന്നത് 0 വരും. ടി ഈക്വൽ ടു 2π കൊടുക്കുമ്പോൾ എസ് ഓഫ് ടി എന്ന് പറയുന്നത് 4π വരും. ഇപ്പോൾ 0 to 4π നമുക്ക് ഇൻ്റർവെൽ എന്താണെന്നുള്ളത് കിട്ടി. ഇത് ജസ്റ്റ് അതിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. കർവിൻ്റെ ആർ ഓഫ് ടിയിലെ പാരാമെട്രിക് ഇൻ്റർവെൽ 0 to 2π, ആർ ഓഫ് എസിൻ്റെ പാരാമെട്രിക് ഇൻ്റർവെൽ 0 to 4π ആണ്. ഇനി നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കാം. ദ കർവേച്ചർ ഓഫ് എ പ്ലെയിൻ കർവ്. ആസ് എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്മൂത്ത് കർവ് ഇൻ ദ പ്ലെയിൻ, the unit tangent vector t equal to dr by ds turns as the curve bends. Since t is a unit vector, its length remains constant and only its direction changes as a particle moves along the curve. The rate at which t turns per unit of length along the curve is called curvature. ഒരു പ്ലെയിനിൽ ഒരു സ്മൂത്ത് കർവ് പോലെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. നമ്മളുടെ അപ്പോൾ ഓരോ പോയിന്റിലും എന്തായാലും ടാൻജൻറ്റ് വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ നമ്മൾ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതായത് ടി ഈക്വൽ ടു dr by ds. നമ്മളുടെ കർവ് ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറും എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും അല്ലേ. ഒരു ഡയറക്ഷനിലായിരിക്കില്ലല്ലോ, അത് ബെൻഡ് ചെയ്യും. ടി എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആയ കാരണം ലെങ്ത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ കർവ് ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. ഓക്കെ, ആ കർവിൽ ഓരോ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കർവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെൻഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ആവും. ഈ നമ്മളുടെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ പെർ യൂണിറ്റ് ലെങ്ത്തിൽ വരുന്ന ആ ടേൺസ് എങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ കർവേച്ചർ എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് ടി ടേൺസ് പെർ യൂണിറ്റ് ഓഫ് ലെങ്ത് എലോങ് ദ കർവ് ഈസ് കോൾഡ് ദ കർവേച്ചർ. എത്രത്തോളം കർവ് വരുന്നുണ്ട് അറ്റ് ടൈം ടി പെർ യൂണിറ്റ് ലെങ്ത്തിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ കർവേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫോർമലായിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. Let C be a smooth curve defined by R of S, where S is the arc length of the parameter. Then the curve of C at S is kappa of S equal to modulus of dt by ds is equal to modulus of t dash of S, where u is the unit tangent vector. u അല്ല, t is the unit tangent vector. ഓക്കെ, അപ്പോൾ ഒരു സി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവാണ്. ആർ ഓഫ് എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് ആ കർവിൻ്റെ ആർക്ക് ലെങ്ത് ആണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർവിൻ്റെ കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, കാപ്പ ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് വിത്ത് റെസ്പെക്റ്റ് ടു എസ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, മോഡുലസ് കാണാം.
മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്, അതായത് മോഡുലസ് ഓഫ് ഡി ഡാഷ് ഓഫ് എസ്. നമ്മളുടെ ഈ മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ അതിനർത്ഥം ടി ടേൺസ് ഷാർപ്പ്ലി ആസ് എ പാർട്ടിക്കിൾ പാസസ് ത്രൂ പി ആൻഡ് ദ കർവേച്ചർ അറ്റ് പി ഇസ് ലാർജ്. കർവേച്ചർ ലാർജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് ടേൺ ചെയ്യുന്നതാണ് അർത്ഥം. ഈ ഡി ടി ബൈ ഡി എസിൻ്റെ മോഡുലസ് സീറോനെക്കാട്ടും അടുത്തടുത്താണുള്ള വാല്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ടേൺസ് വളരെ പതുക്കെയാണ് ടേൺ ചെയ്യുന്നുള്ളൂ എന്നാണ്. ഓക്കെ, കർവേച്ചർ ചെറുതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇവിടെ ഡി ടി ബൈ ഡി ടി എന്നുള്ളത് കൺസിഡർ ചെയ്യാം. ഡി ടി ബൈ ഡി ടിനെ നമ്മൾക്ക് ടി എന്ന് പറയുന്ന എസ്സിലുള്ള ഒരു ഫംഗ്ഷനാണ് എന്നായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഡി ടി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഡി ടി ബൈ ഡി എസ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി. നമ്മൾ കാപ്പ ഓഫ് എസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി ബൈ മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ കാപ്പ ഓഫ് ടി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ കാപ്പയുടെ ഡെഫിനേഷൻസ് ഒന്നും കൂടെ നോക്കാം. കാപ്പ ഓഫ് എസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് എസ് ആണ്. അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. കാപ്പ ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി, ടി ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വിത്തൗട്ട് ലോസ് ഓഫ് generality, we may take the circle C with center at the origin. ഓക്കെ, ഒറിജിനിലുള്ള ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വെക്റ്റർ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ വേർ ടി വേരീസ് ഫ്രം 0 to 2π. ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ. അതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എ വരും. Therefore, നമുക്ക് ആദ്യം തന്നെ കാപ്പ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ടി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഓഫ് ടി എന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് ടി മോഡുലസ് ബൈ ആർ ഡാഷ് ഓഫ് ടി ആണ്. അതായത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്നുള്ളത് കിട്ടും. ഇനി കാപ്പ ഓഫ് ടി ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ടി നമുക്ക് എങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാപ്പ ഓഫ് ടി എന്ന് പറയുന്നത് 1/a എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ കർവേച്ചർ അറ്റ് എവറി പോയിന്റ് ഓൺ ദ സർക്കിൾ ഓഫ് റേഡിയസ് എ ഇസ് 1/a. അപ്പോൾ ഈ സർക്കിളിൻ്റെ കർവേച്ചർ എന്ന് പറയുന്നത് 1/a ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വേറൊരു ഇക്വേഷൻ നോക്കാം. ഒരു തിയറാണ്, തിയറം വായിക്കാം. ലെറ്റ് സി ബി എ സ്മൂത്ത് കർവ് ഗിവൺ ബൈ ദ വെക്റ്റർ ഫംഗ്ഷൻ ആർ. Then the curvature of C at any point on C corresponding to it is given by kappa of t equal to modulus of r dash of t cross r double dash of t whole divided by modulus of r dash of t whole cube. ഒരു വെക്റ്റർ ഫംഗ്ഷനിൽ ആയിട്ട് നമ്മളൊരു കർവിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പോയിൻറ്റിലും ആ കർവിൻ്റെ കർവേച്ചർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ദ പാരാമീറ്റർ ടി നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. kappa of t equal to modulus of r dash of t cross r double dash of t whole divided by modulus of r dash of t whole cube. നമുക്കത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് എന്തായാലും യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലേ, ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇനി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി എസ് ബൈ ഡി ടി ആണ് അല്ലേ. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ വരിക? ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ടി ഓഫ് ടി. ഓക്കെ,
നമ്മൾക്ക് ഇതിൽ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടിക്ക് പകരം ഡി എസ് ബൈ ഡി ടി എന്നുള്ളത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ടി ഓഫ് ടി എന്നുള്ളത് വരും. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ ബോത്ത് സൈഡ്സും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ വരാം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ടി ഡാഷ് ഓഫ് ടി പ്ലസ് ടി ഓഫ് ടി ഇൻറ്റു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഇനി ആർ ഡാഷ് ഓഫ് ടിയിൽ ഒരു ഇക്വേഷനും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയിലും നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നോക്കി, ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ടി ഓഫ് ടി ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ടി ഡാഷ് ഓഫ് ടി പ്ലസ് ടി ഓഫ് ടി ഇൻറ്റു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് മാറ്റി എഴുതി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡി എസ് ബൈ ഡി ടി ടി ഓഫ് ടി ഇൻ ക്രോസ് ഡി എസ് ബൈ ഡി ടി ടി ഓഫ് ടി പ്ലസ് ഡി എസ് ബൈ ഡി ടി ക്രോസ് ഡി സ്ക്വയർ എസ് ബൈ ടി ടി സ്ക്വയർ ക്രോസ് ടി ഓഫ് ടി ക്രോസ് ടി ഓഫ് ടി. നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിൽ സെയിം വെക്ടേഴ്സാണ് ക്രോസ് പ്രൊഡക്റ്റ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരുന്നത് ഫസ്റ്റ് ടേം മാത്രമാണ്. അപ്പോൾ ഇവിടെ ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ക്രോസ് ടി ഓഫ് ടി ഇൻറ്റു ടി ഡാഷ് ഓഫ് ടി ആണ്. ഇനി അതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ മോഡുലസ് ഓഫ് ടി ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി എന്ന് വരും. ടി ഓഫ് ടി എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ആയ കാരണം അതിൻ്റെ മോഡുലസ് 1 വരും. അപ്പോൾ ബാക്കി നമുക്ക് ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ടി ഡാഷ് ഓഫ് ടീൻ്റെ മോഡുലസ്. ഇനി ഇതിൽ നിന്ന് മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഹോൾ ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ. ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്നുള്ളത് വന്നു. ഇനി നമ്മൾ കാപ്പ ഓഫ് ടി എങ്ങനെ ഡിഫൈൻ ചെയ്തായിരുന്നേ, കാപ്പ ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഹോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇനി നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാപ്പ ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഹോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ കാപ്പ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ കർവേച്ചർ ഓഫ് ട്വിസ്റ്റഡ് ക്യൂബ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ഹാഫ് ടി സ്ക്വയർ ജെ പ്ലസ് 1/3 ടി ക്യൂബ് കെ. തന്നിരിക്കുന്ന കർവിൻ്റെ കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ഹാഫ് ടി സ്ക്വയർ ജെ പ്ലസ് 1/3 ടി ക്യൂബ് കെ ആണ്. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ വരും. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ജെ പ്ലസ് 2t കെ വരും. ഇനി നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ആണ്. അപ്പോൾ നമ്മൾ ഐ ജെ കെ എഴുതി ആർ ഡാഷ് ഓഫ് ടിയുടെ കമ്പോണൻസ് 1t ടി സ്ക്വയർ, ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയുടെ 0 1 2t. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടി സ്ക്വയർ ഐ മൈനസ് 2t ജെ പ്ലസ് കെ എന്നുള്ളത് വരും. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി റേസ് ടു 4 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് വരും. ഇനി നെക്സ്റ്റ് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ റേസ് ടു 4 വരും. ഇനി ജസ്റ്റ് കാപ്പ ഓഫ് ടിയിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഹോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ കാപ്പ കർവേച്ചർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി റേസ് ടു 4 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 1 ബൈ 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു 4 ഹോൾ റേസ് ടു 3. ഇത്രയും ഈ പാരാമെട്രിക് ഇൻ്റർവെല്ലിൽ ഓരോ പോയിൻറ്റ്സിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എത്രയാണ് ആ ടിയിൽ കർവേച്ചർ എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ നോക്കാം. Suppose that C is a plane curve with curvature K at the point P. P എന്ന പോയിന്റിൽ കർവിൻ്റെ കർവേച്ചറാണ് കാപ്പ എന്ന് വിചാരിക്കാം. കർവേച്ചറിൻ്റെ റെസിപ്രോക്കൽ 1 കാപ്പേനെ റോ എന്ന് വിളിക്കുന്നു. ഓക്കെ, കർവേച്ചറിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് C എന്ന് പറയുന്നത്. ഓക്കെ,
curvature, radius of curvature at any point P on a curve C is the radius of the circle that best fit the curve at the point. P എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന കറക്റ്റ് ഫിറ്റായിട്ട് വരുന്ന സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. കാപ്പയുടെ റെസിപ്രോക്കൽ റോനെയാണ് നമ്മൾ കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. The circle which lies on the concave side of the circle and shares a common tangent line with the curve at P is called circle of curvature or osculating circles. ആ കർവിൻ്റെ കോൺകേവ് സൈഡിൽ കിടക്കുന്ന ഒരു സർക്കിള് നമ്മളുടെ കർവിന് കോമൺ ആയിട്ട് ഒരു ടാൻജൻറ്റ് ലൈൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ സർക്കിൾ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ഓസ്കുലേറ്റിംഗ് സർക്കിൾ എന്ന് പറയും. ആ ഓസ്കുലേറ്റിംഗ് സർക്കിളിൻ്റെ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഈ ഫിഗർ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ആ കർവിന് ഫിറ്റാകുന്ന രീതിയിലുള്ള ആ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റോ കൊണ്ട് അവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പരാബോളയിൽ കോമൺ ആയിട്ട് ആ ഒരു കർവ് പരാബോളയാണ്. അപ്പോൾ ആ പരാബോളയ്ക്ക് കോമൺ ആയിട്ട് വരുന്ന ടാൻജൻറ്റ് എന്നുള്ളൊരു രീതിയിൽ വരുന്ന ആ ഒരു സർക്കിൾ, ആ സർക്കിളിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ഓസ്കുലേറ്റിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കിളിൻ്റെ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ സർക്കിൾ ഓഫ് കർവേച്ചർ ഓഫ് പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ അറ്റ് ഒറിജിൻ. ഒറിജിനിൽ പരാബോളയുടെ സർക്കിൾ ഓഫ് കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാപ്പ കാൽക്കുലേറ്റ് ചെയ്യണം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള പരാബോളയുടെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. ടി എന്നത് പാരാമീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കർവിനെ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഐ പ്ലസ് 2t ജെ എന്നുള്ളത് വരും. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 2j വരും. ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2k കിട്ടും. അതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 2 ആണ് വരുന്നത്. ആർ ഡാഷ് ഓഫ് ടീൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 + 4t സ്ക്വയർ വരും. അപ്പോൾ കാപ്പ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 + 4t സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ആണ് വരുന്നത്. ഇനി ആ ടി ഈക്വൽ ടു 0 സെൻറ്റർ ഓഫ് കർവേച്ചറാണ്, സർക്കിൾ ഓഫ് കർവേച്ചറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കാപ്പ ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് വരുന്നത്. ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ റോ ഈക്വൽ ടു 1/കാപ്പ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ. സിൻസ് ദ ടാൻജൻറ്റ് അറ്റ് ദ ഒറിജിൻ ടു ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് ദ എക്സ് ആക്സിസ്, ടാൻജൻറ്റ് അറ്റ് ദ ഒറിജിൻ ടു ദ ഓസ്കുലേറ്റിംഗ് സർക്കിൾ ഇസ് ഓൾസോ എക്സ് ആക്സിസ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള പരാബോളയുടെ ടാൻജൻറ്റ് ഒറിജിനിലാണ് വരുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഒറിജിനിൽ വരുമ്പോൾ എക്സ് ആക്സിസ് ആണ് ടാൻജൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓസ്കുലേറ്റിംഗ് സർക്കിളിൻ്റെയും ടാൻജൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ്. ഹെൻസ് ദ സെൻറ്റർ ഓഫ് ദ ഓസ്കുലേറ്റിംഗ് സർക്കിൾ, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചർ ലൈസ് അലോങ് ദ y ആക്സിസ് അറ്റ് ദ ഡിസ്റ്റൻസ് ഹാഫ് ഫ്രം ദ ഒറിജിൻ. നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 1/2 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് ലൈ ചെയ്യുന്നുണ്ടാവുക? y ആക്സിസിലാണ് ലൈ ചെയ്യുന്നുണ്ടാവുക. കാരണം പരാബോളയുടെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് y ആക്സിസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. 1/2 ഡിസ്റ്റൻസിൽ അകലെയാണ്, ഒറിജിനിൽ നിന്ന് 1/2 ഡിസ്റ്റൻസ് അകലെയാണ് നമ്മളുടെ സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ എന്ന് പറയുന്നത് 0,1/2 ആണ്. അപ്പോൾ സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് സ്ക്വയർ എന്നുള്ളത് കിട്ടും. അതായത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ x² + y² - y ഈക്വൽ ടു 0 എന്നുള്ളത്.